പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഇതൊന്നും പറ്റില്ല തോന്നിയിട്ടുണ്ടോ? നമുക്ക് സ്വാഭാവികം തോന്നില്ല ഇത് കുറേ ഉണ്ട് എന്നെ കൊണ്ട് പറ്റുമോ കഴിയുമെന്നൊക്കെ തോന്നും. ബട്ട് അങ്ങനെ തോന്നി നിങ്ങൾ ഇരിക്കരുത്. ആ തോന്നലിൻ്റെ കൂടെ നിങ്ങളോട് തന്നെ പറയാം നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞ് +1 വരിക, അതിൻ്റെ കൂടെ ജയിക്ക് വേണ്ടി പഠിക്കും കൂടി ചെയ്യില്ല. അപ്പോൾ കുറച്ച് അധികം ഡിഫിക്കൽട്ടാണെന്ന് തോന്നും. നമ്മളെ ഒന്ന് കൺവിൻസ് ചെയ്ത് കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ചിലപ്പോൾ മാർക്ക് നന്നായി കുറഞ്ഞാവാം, ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ എക്സാമിന് ക്ലാസ്സിൽ ലാസ്റ്റ് ആവും, നടുവിലാവും, മേലെ ആവാം. എന്തായാലും നിങ്ങൾക്ക് പറ്റാത്തവർക്ക് എഫേർട്ട് ഇടാന്ന്. നമ്മൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കേണ്ടത് ഇത് എന്തുകൊണ്ട് എനിക്ക് പോയി, എന്ത് ചെയ്താലാണ് ഞാൻ ഇതിനെ മറികടക്കുക, ഇനി എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം ഞാൻ ഒന്നുകൂടി പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്ന്. എന്തായാലും ജനിക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി അറിഞ്ഞിട്ട് ആരും വരില്ല. അവരൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് എക്സാംസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് എക്സാംസ് എഴുതി ടൈം ബൗണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കിയിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ ചെയ്യും മീൻസ്. ഞാൻ ഇന്നലെ എന്താണോ അതിൻ്റെ ബെറ്റർ ഞാൻ നന്നായിടണം, ഓക്കെ ഇന്ന് നാളെ അതിനും ബെറ്റർ ആവും. എത്ര പെർസെൻറ്റേജ് ആണ് 98% ഈ 2026 ജാനുവരി സെഷനിൽ എനിക്ക് കിട്ടി വിചാരിക്കും. പിന്നെ എനിക്ക് മെയിൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമേ നോക്കണ്ട. പിന്നെ മെയിൻസ് എൻ്റെ പോക്കറ്റിലാണ്. NIT കാലിക്കറ്റിൽ 50% സ്റ്റേറ്റ് കോട്ടയും 50% ഓൾ ഇന്ത്യ കോട്ടയും. അതായത് കേരളത്തിൽ ജനിച്ച അല്ലെങ്കിൽ കേരളത്തിൽ +1 +2 പഠിച്ച കുട്ടികൾക്ക് 50% ഓരോ സീറ്റാണ്. അതായത് മലയാളികൾ, ബേസിക്കലി മലയാളികൾ. ബാക്കി എല്ലാ ഇന്ത്യയിലെ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറിയിലും വരുന്ന കുട്ടികൾ ആ ബാക്കി 50% കയറും. ഏറ്റവും പുഷിങ്ങുള്ള ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ് ഏതാ? CS എനിക്ക് കിട്ടും. ജൂൺ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ മെയ് ലാസ്റ്റിൽ വരും അഡ്വാൻസ്. പിന്നെ അതിന് വേണ്ടി മാത്രം നോക്കിയാൽ മതി. അഡ്വാൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 75 അതിൻ്റെ അറൗണ്ട് പെർസെൻറ്റേജാണ്. 100 മാർക്ക് എക്സാമിൽ 50 മാർക്ക് കിട്ടി. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ്? 50%. ഒരു മാർക്ക് എത്ര ആയിക്കോട്ടെ, ഒരു എക്സാമിൽ ഈ ഫസ്റ്റ് റാങ്ക് അപ്പോൾ എൻ്റെ 100%. 100 ആൾക്കാർ ഇതൊരു എക്സാമിൽ ഞാൻ 50ാമത്തെ റാങ്ക്. അപ്പോൾ ഞാൻ 50%. എത്ര ആൾക്കാർ നമ്മളെ ബാക്കിലുണ്ട് അല്ലെ, നമ്മളെ പൊസിഷനാണ് പെർസെൻറ്റേജ്. അതിന് മാർക്കായിട്ട് ബന്ധമല്ല, നമ്മളെ റാങ്കും നമ്മളെ പൊസിഷനാണ്. ഇനി പെർസെൻറ്റേജ് നമ്മളെ മാർക്കാണ്. ഇത് JEE ക്കൊക്കെ കൗൺസിലിംഗ് എന്താ യൂസ് ചെയ്യാം? പെർസെൻറ്റേജിലാണ് യൂസ് ചെയ്യാം.